സംസ്ഥാനത്താകെ തെരഞ്ഞെടുപ്പ് വൈബ് പടരുമ്പോൾ ഇതൊന്നുമില്ലാത്ത ഒരു നഗരമുണ്ട് ഈ കേരളത്തിൽ. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമില്ല, ആരവവുമില്ല. എന്നാൽ ആ നഗരവാസികൾക്ക് ചുറ്റും ഇലക്ഷൻ വൈബാണ്. ഏതാണ് ആ സ്ഥലമെന്നല്ലേ കാണാം. ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബേസിൽ ജോണിനെ ജീവിപ്പിക്കണമെന്ന് സീറ്റ് കിട്ടിയവരുടെ സന്തോഷം, കിട്ടാത്തവരുടെ സങ്കടം, കൂടുമാറ്റം. ഫ്ലെക്സുകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ, ചുവരെഴുത്തുകൾ, സ്ഥാനാർത്ഥികളുടെ വമ്പൻ പ്രചാരണവും നേതാക്കളുടെ പ്രസംഗവും. കേരളം അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടിൽ കത്തി നിൽക്കുമ്പോഴും ഇതൊന്നും മട്ടന്നൂർ നഗരസഭയെ ഏശിയിട്ടില്ല. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് ഇപ്പോഴല്ല. മട്ടന്നൂർ നഗരസഭയ്ക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? 1962 പഴശ്ശി, പൊറോറ, കോളാരി എന്നീ പ്രദേശങ്ങൾ സംയോജിപ്പിച്ചാണ് മട്ടന്നൂർ പഞ്ചായത്ത് രൂപീകരിച്ചത്. 28 വർഷങ്ങൾക്ക് ശേഷം 1990 EK നയനാർ സർക്കാർ മട്ടന്നൂർ നഗരസഭയാക്കി. എന്നാൽ പിന്നീട് വന്ന കരുണാകരൻ സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണമാക്കി മട്ടന്നൂർ പഞ്ചായത്തായി തുടരട്ടെ എന്ന് തീരുമാനിച്ചു. ഇത് പിന്നീട് വലിയ നിയമ പോരാട്ടത്തിന് വഴിവെച്ചു. 1996 LDF തിരിച്ചധികാരത്തിൽ വന്നതോടെ മട്ടന്നൂർ വീണ്ടും നഗരസഭയായി മാറി. ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1997. മറ്റെല്ലായിടത്തും 95 തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇതോടെ മട്ടന്നൂർ 2 വർഷം പിന്നിലായി. സംസ്ഥാനത്താകെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മട്ടന്നൂർ ശാന്തമാണ്. ഈ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളൊന്നുമില്ല, ആരോപങ്ങളൊന്നും ഇവിടെയില്ല. 91 നഗരസഭയായി ഉയർത്തിയപ്പോൾ കുറച്ച് ആളുകൾ പോയി കേസിനൊക്കെ പോയി ഹൈക്കോടതി സ്റ്റേ വാങ്ങി. 96 LDF ഗവൺമെൻറ് വീണ്ടും നഗരസഭയ്ക്ക് ഉയർത്തി. അപ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത്. നമുക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്റ്റേറ്റിലുള്ള മൊത്തം രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്താറുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ മുഴുവൻ ശ്രദ്ധയും മട്ടന്നൂരിൽ മാത്രമാകും. നേതാക്കളെ കൊണ്ട് മട്ടന്നൂർ നിറയും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇതൊരു വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. നമ്മുടെ കേരളത്തിനകത്ത് മാതൃകാപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. നമ്മുടെ സർക്കാർ തന്നെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് കരുത്തും കരുതലും നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും. ഇലക്ഷൻ പ്രവർത്തനത്തിനും ആരവങ്ങൾക്കുമായി മട്ടന്നൂരിലെ നേതാക്കളും പാർട്ടി പ്രവർത്തകരും സമീപ പ്രദേശങ്ങളിലേക്ക് പോകും. സമീപ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പിൻ്റെ കുട്ടിഘോഷം വരുമ്പം നമുക്കിവിടെ തെരഞ്ഞെടുപ്പില്ല, അങ്ങനെ തിരക്കില്ല. എന്നാലും നമ്മൾ വർക്കിന് പോകണം മറ്റുള്ള സ്ഥലത്ത്. അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പില്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി 2027 നമുക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മട്ടന്നൂർ നഗരസഭയ്ക്കും ബാധകമാണ്. ചില ഇളവുകൾ ലഭിക്കുമെന്ന് മാത്രം. മട്ടന്നൂർ നഗരസഭയിൽ ഇനി തിരഞ്ഞെടുപ്പ് വരിക 2027 സെപ്റ്റംബറിലാണ്. മട്ടന്നൂർ നഗരസഭ കൂട്ടത്തിലെ കൊമ്പനായി മാറിയത് എങ്ങനെയാണെന്ന് വ്യക്തമായല്ലോ. എന്തായാലും ഇനിയും 1.5 വർഷമുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ദേ ഇവിടെയായിരിക്കും. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.